Hi guys, welcome to Hanoi. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന ഒരു കിടിലൻ വാക്കിംഗ് ടൂർ ഓഫ് ഹനോയ് ആണ്. സോ വെൽക്കം ടു ഒരു ഹാപ്പി ഫാമിലീസ് ഹനോയ് വ്ലോഗ്. ഗൈസ്, അപ്പൊ ഞാൻ രാവിലെ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിന് മുമ്പ് എനിക്ക് പ്രിയ ഏറ്റവും വലിയ ഡ്യൂട്ടി വന്നിരിക്കുന്നത് ഇവിടെ തുണി വാഷ് ചെയ്യാനാണ്. ഒരുപാടുണ്ട്, ഏകദേശം 10 കിലോ ഉണ്ട്. സോ അത് ലോണ്ടറി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോയി വാഷ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് സ്ക്വാഡ് ഡിറ്റർജന്റ് ഉപയോഗിക്കുക. നിങ്ങൾ ഒരാണ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് വീണ്ടും ഉപയോഗിക്കും. കാരണം ഫസ്റ്റ്ലി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഭയങ്കര അഫോർഡബിൾ ആണ് ഈ സംഭവം. ഇതിന്റെ 5 ലിറ്റർ തന്നെ വാങ്ങുക. ആൻഡ് സെക്കൻഡ്ലി, ഒരു ഡിറ്റർജന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും പറയില്ല ഇത് ഭയങ്കര എക്സ്ട്രോർഡിനറി, ഭയങ്കര ക്ലെയിംസും അവരൊന്നും ചെയ്തില്ല. പക്ഷെ എന്തൊക്കെയാണ് ഒരു ഡിറ്റർജന്റ് ചെയ്യേണ്ടത്? നല്ല സ്മെല്ല്, ക്ലോത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ക്ലീൻ ആക്കുന്നത്, ഇതെല്ലാം ഇത് ചെയ്യും. അതിന്റെ മേളിൽ ഇറ്റ്സ് വെരി അഫോർഡബിൾ. സോ ഞാൻ ഇതും കൊണ്ടുപോകും. വിയറ്റ്നാമിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഏകദേശം 1 മാസമായി 3-4 തവണയെ ഞങ്ങൾ നനച്ചിട്ടുള്ളൂ. എന്നിട്ടും ഇത് ഓൾമോസ്റ്റ് പകുതി കുപ്പി ബാക്കിയുണ്ട്. അത് ഞങ്ങളുടെ വലിയ ലോഡാണ്. സോ ഐ എം ഷുവർ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. സോ ഡെഫിനറ്റ്ലി ട്രൈ സ്ക്വാഡ് ഡിറ്റർജന്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ചൂടത്ത് ഞാൻ ഹനോയ് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വൈകുന്നേരം പ്രിയനും വേദനയും കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകും. സോ വൺസ് അഗൈൻ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് പ്രിയയും വേദന രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറക്കുന്നില്ല. കാരണം നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ 2 കാര്യം: ഒന്ന്, നടക്കാൻ റെഡി ആയിക്കോ. സെക്കൻഡ്ലി, ഭയങ്കര ചൂടും കൺജസ്റ്റഡും ക്രൗഡഡ് ആയിരിക്കും. സോ പ്രാമും വീൽ ചെയറും അങ്ങനെയുള്ളവരൊന്നും ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഇന്നത്തെ ചെയ്യാൻ പോകുന്ന പോലത്തെ വീഡിയോ കാണിക്കട്ടെ. സോ മിക്കവർക്കും ഞങ്ങളെപ്പോലെ ലഷ്വർലി ടൈം എടുത്ത് കാണാനുള്ള ഒരു സൗകര്യം കാണില്ല, ഇങ്ങനത്തെ ഓരോ രാജ്യങ്ങളും ഓരോ സ്ഥലങ്ങളും. സോ ഇത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്താൽ ഒരു ദിവസത്തിൽ ഹനോയുടെ മെയിൻ സൈറ്റ് സീയിങ് നടന്ന് വേഗം രാവിലെ തൊട്ട് രാത്രി വരെ കാണാൻ പറ്റും. സോ അതിൻ്റെ ഒരു വാക്കിംഗ് ടൂർ ആയിരിക്കും നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. സോ വെൽക്കം ടു എ വാക്കിംഗ് ടൂർ ഓഫ് ഹനോയ്. ഇന്ന് നമ്മൾ അപ്പോൾ തുടങ്ങുന്നത് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് നമുക്ക് പൊയാം കിം ലേക്കും, അത് ഇന്നലെ കണ്ടല്ലോ, അത് ആ ഏരിയയും പ്ലസ് ഓൾഡ് ക്വാർട്ടറാണ്. അപ്പോൾ ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ചെറിയ നാരോ ആലിവേസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇറ്റ്സ് ലൈക്ക് ഓൾഡ് ടൗൺ, ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഭയങ്കര പോപ്പുലറാണ്. സോ ആ ഒരു ഏരിയ മെയിൻ സാധനങ്ങളായിരിക്കും കാണിക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഈ കാണുന്നതാണ് ഹനോയുടെ ഒപ്പേറ ഹൗസ്. സോ ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നു വിയറ്റ്നാം. അത് ആ ഒരു ഫ്രാൻസിലൊക്കെ പോലത്തെ ഒരു ഒപ്പേറ ഹൗസിൻ്റെ ഒരു മോഡലിൽ അവരിവിടെ ഉണ്ടാക്കിയതാണ്. ഇത് 1911 ഉണ്ടാക്കിയതാണ്. സോ ഇവിടെ ഇപ്പോഴും ലൈവ് പെർഫോമൻസസും മ്യൂസിക്സ് ഒക്കെ നടക്കാറുണ്ട്. ഇറ്റ് ലുക്ക് ലൈക്ക് ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ബിൽഡിംഗ് പോലെ തന്നെയാണ് തോന്നുന്നത്. സോ ഇവിടെ നിന്നാണ് പൊതുവേ എല്ലാ പിക്കപ്പും, ഓരോ സ്ഥലത്തേക്കുള്ള പിക്കപ്പും ഡ്രോപ്പ് ഓഫും, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ആൾക്കാർ ആക്ച്വലി അവരുടെ വിയറ്റ്നാം അല്ലെങ്കിൽ ഹനോയ് ടൂർ തുടങ്ങാറുള്ളത്. നോർമലി ഈ ഓപ്പറ ഹൗസ് കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്നത് ഈ ത്രാങ് ടിങ് പ്ലാസ എന്ന് പറഞ്ഞൊരു പ്ലാസയാണ്. ഇത് ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സ് ആണ്, ഒരു ലക്ഷറി ഷോപ്പിംഗ് മോളാണ്. ഇത് ഇന്നലെ കാണിച്ചായിരുന്നു നിങ്ങളെ, അതുകൊണ്ട് അകത്ത് കയറുന്നില്ല. പക്ഷേ ഇതിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1953 ഫ്രഞ്ച് ഗവൺമെൻറ് പണിതാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സ്. അന്ന് അതിൻ്റെ അകത്ത് ബൈസൈക്കിൾസും, ലൈക്ക് അന്നും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു ആ മോളിൻ്റെ അകത്ത് വിറ്റുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 1970s അങ്ങനെ 80s കണ്ട് ഗവൺമെൻറ് അതെടുത്തു. ഓബ്വിയസ്ലി ഗവൺമെൻറ് സ്ഥാപനം പോലെ അത് പൂട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് എടുത്തിട്ട് ഇപ്പോൾ അത് ഭയങ്കര ഒരു ലാൻഡ് മാർക്കായിട്ട് ഓൾ ലക്ഷറി ബ്രാൻഡ്സ് ഇൻ ഹനോയ് അതിൻ്റെ അകത്തുണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കയറുന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറത്തേക്ക്. അതിൻ്റെ മുകളിൽ ഫുഡ് കോർട്ട് ഉണ്ട്. കാരണം നിങ്ങൾ കുറച്ച് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി 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 ഹോട്ട്. വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉള്ളത് ഇതുപോലത്തെ സൈറ്റ് സീയിങ് ബസ്സസ് ആണ്. നടക്കാൻ പാടുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ഹോപ്പ് ഓൺ ആൻഡ് ഓഫ് ബസ്സും എടുക്കാൻ പറ്റും. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഓപ്ഷൻ ഓൾസോ. 24 hours വാലിഡ് ആണ് ടിക്കറ്റ്. സോ രാവിലെ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ നിങ്ങൾക്കിത് ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങാം അങ്ങനെ ചെയ്യാം. എനിക്ക് ഇതിൻ്റെ റേറ്റ് അറിയില്ല, പക്ഷേ ഇറ്റ് വോണ്ട് ബി വെരി എക്സ്പെൻസീവ്. നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര വീതിയുള്ള, നമ്മുടെ ഹോച്ചിമിനൊക്കെ പോലെ തന്നെ ഭയങ്കര വീതിയുള്ള ഫുട്പാത്തൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഓൾഡ് ക്വാർട്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ സ്ഥലം മാറുന്നത് നോക്കിക്കോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഭയങ്കര പോഷ് റെസ്റ്റോറൻറ്റ്സും വില്ലാസും. നമ്മൾ ഓൾഡ് ക്വാർട്ടറിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും മറ്റേ സ്ട്രീറ്റ് ഫുഡും ആ ഒരു ഹനോയ് വൈബ് കിട്ടുന്നത് അവിടെയാണ്. ഈ വിയറ്റ്നാമിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എസ്പെഷ്യലി ഹനോയ്,
ടൂ വീലേഴ്സ് പ്രാന്താണ്, ഒരു റൂളില്ല, സിഗ്നലും ഒന്നും അവർക്കൊരു വിഷയമല്ല. അതുപോലെ തന്നെ ആൾക്കാർ എപ്പോഴും ഇതുപോലെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, കുടിച്ചുകൊണ്ടിരിക്കും. അവർ മെയിനായിട്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ ഒരു സ്ഥലവും കാണും. എല്ലാവരും ഇങ്ങനെ സ്റ്റൂളിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഇതേ നോക്കിക്കോ, ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇത് തന്നെ. അവർക്കതൊന്നും എപ്പോഴും കഴിപ്പും കുടിയാണ് ഇവർക്ക്. ഇത് ആക്ച്വലി വളരെ ചുരുക്കം രാജ്യത്തിൽ, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിലും എനിക്ക് ഉണ്ടെന്ന് അറിയില്ല. ഇത് ഞാൻ കയറുന്നില്ല, കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഇതും നമ്മുടെ വാക്കിംഗ് ടൂറിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് മ്യൂസിയം ഫോർ വുമൺ, വിയറ്റ്നാമീസ് വുമൺ ആണ്. സോ ദ തിങ് ഈസ്, നമ്മൾ പൊതുവേ ഒരു രാജ്യത്ത് പോയാൽ ഒരു മ്യൂസിയം കാണും, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ കാണും, അങ്ങനെ എല്ലാം കാണും. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്റ്റും പ്രസൻറ്റും ഉള്ള വിമണിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മ്യൂസിയമാണിത്. ഇതൊന്നും എൻട്രൻസ് ഫീ ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയില്ല. ബട്ട് ഇറ്റ് വിൽ ബി ഇറലവൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും, എന്തായാലും ഇറ്റ് വിൽ ബി വെരി 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 ചീപ്പ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കയറാനായിട്ട്. ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കട്ടെ. ആൻഡ് ഇവിടെ ചിലവർക്ക് ഇങ്ങനത്തെ മ്യൂസിയം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണും. സോ അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. സോ ദിസ് ഇസ് എ വിയറ്റ്നാം മ്യൂസിയം ഫോർ വുമൺ. ഒരു നെറ്റിലൊക്കെ നോക്കിയിട്ട് ഒരു 4 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഏകദേശം നമുക്കൊരു 1 hour മൊത്തം ഇതിൻ്റെ ടൂർ ആക്ച്വലി ചെയ്ത് തീർക്കാൻ പറ്റുമേ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോകുന്നത് അത് ആക്ച്വലി മസ്റ്റ് വിസിറ്റ് ആണ്. ഇവിടുത്തെ ഒരു പഴയ പ്രിസൺ ആണ്. ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യ സ്ട്രഗിൾ ചെയ്ത പോലെ, ലൈക്ക് വാർ ടൈമിലും അങ്ങനത്തെ നമ്മുടെ കാലാപ്പാനിയൊക്കെ ഇല്ലേ ജയില്, അതുപോലെ വേറെ ഒരു രാജ്യം സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് വിയറ്റ്നാം തന്നെയാണ്. സോ ഇത് മസ്റ്റ് വിസിറ്റാണ്. ഇപ്പോൾ ഞാൻ പോകുന്ന പ്രിസൺ ഇവിടെ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ ഉള്ളൂ. ടോട്ടൽ വാക്കിംഗ് ടൂർ ഏകദേശം ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിരുന്ന് പോവാം, ചോദിച്ചു പോകണ്ട, കാരണം ഭാഷ പ്രശ്നമാണ്. നമുക്ക് ഗൂഗിൾ മാപ്സിൽ ഈ ഓരോ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ടല്ലോ. സോ നിങ്ങൾ ഓരോ സ്ഥലത്ത് എത്തിയിട്ട് അത് ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വാക്കിംഗ് ഡയറക്ഷൻസ് കിട്ടും. സിം കാർഡ് മസ്റ്റായിട്ട് എടുക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഒക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്. ഡ്രിങ്ക്സ് ഒന്നും എക്സ്പെൻസീവ് അല്ല. ഈ കളി മൊത്തം മാറും കേട്ടോ. നമ്മൾ ഡിസംബർ ജാനുവരി നവംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെതറായിരിക്കും. ഇവിടെ എന്തൊക്കെയോ ആൾക്കാർ കുടിക്കുന്നുണ്ട്, ബബിൾ ടീ ഒക്കെ. നമുക്കും എന്തായാലും എന്തെങ്കിലും കുടിക്കാറുള്ള ടൈമായി. ഇവിടെ ഇരുന്ന് ആൾക്കാർ കഴിക്കുന്നു. നോക്കിക്കേ, ഇത്രയും ക്രേസി ആയിട്ട് ഉള്ള ഒരു ഫുഡ് കൾച്ചർ ലോകത്ത് വേറെ എവിടെയും കാണില്ല, നാട്ടിൽ പോലും കാണില്ല. ഫുട്പാത്തിൻ്റെ നടുക്ക് ഫുൾ ടൈം നട്ടുച്ചയ്ക്ക് വരെ. നമ്മളൊന്നും ആൾക്കാർ വെയിലത്തിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടില്ല. ഇവിടെ കോമൺ ആണ് നട്ടുച്ചയ്ക്ക്. ഇപ്പോൾ സമയം 12:30 കണ്ട, എന്നിട്ടും നട്ടുച്ചയ്ക്ക് വെയിലത്തിരുന്ന് കുടയൊന്നും ഇല്ലാതെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർ. ഈ ഏരിയയൊക്കെ നന്നായിട്ടുണ്ട് കണ്ട. ഇതൊക്കെ നമ്മുടെ ഓൾഡ് ക്വാർട്ടർ എത്താത്തതുകൊണ്ടാണ് ഇത്രയും സ്പേസും സംഭവങ്ങളൊക്കെ. നമ്മുടെ ജയിൽ എത്താറായി. അതിൻ്റെ അടുത്തത് എല്ലാ ടൂറിസ്റ്റിൻ്റെ ഡെസ്റ്റിനേഷൻ ഷോപ്പിൻ്റെ അടുത്തും ഇതുപോലെ ഷോപ്പും കോഫി ഷോപ്സൊക്കെ കാണും, എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൂടെ. അതല്ലോ, ഇത് ഞാൻ കണ്ടിരിക്കുന്നതിൽ മേ ബി വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ കോർട്ട് ഹൗസ് ആയിരിക്കും. സുപ്രീം കോർട്ട് ഓഫ് വിയറ്റ്നാം ആണ്. എന്തൊരു ബ്യൂട്ടിഫുള്ളാന്ന് നോക്ക് സ്ട്രക്ചർ. കോടതിയാന്ന് പറയും, ഏതോ മ്യൂസിയം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പ്രിസണിലേക്ക് കയറാൻ പോവാണ്. 50,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 150 രൂപ. ഞാൻ പക്ഷേ എല്ലാം ഒന്നും കാണിക്കില്ല, കാരണം അതിൽ ബി സ്പോയിലിങ് യു. ഇവിടെ വരുന്നവരുടെ അത് സ്പോയിൽ ചെയ്യുന്നതായിരിക്കില്ല. കുറച്ച് കാര്യങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ മറ്റേ ഫുൾ സിനിമ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണില്ല. സോ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം, ടു ജസ്റ്റ് നോ വാട്ട് ദിസ് പ്ലേസസ്. ആൻഡ് ഇവിടെ വരുന്നവർ ബാക്കി തന്നെ വന്ന് ഡിസ്കവർ ചെയ്യാം. ഷുവ ലവ് പ്രിസൺ ഉണ്ടല്ലോ, ഹൗ ലവ് പ്രിസൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് 1901 ഫ്രഞ്ചുകാർ പണിതാണ്. ഫ്രഞ്ചുകാർക്ക് വിയറ്റ്നാമീസുകാരുടെ. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ചുകാർ 1950s കണ്ട് ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയായിട്ടുള്ള വാർ ഉണ്ടല്ലോ, ആ ടൈമിൽ അമേരിക്കൻസിനെ വിയറ്റ്നാമീസ് ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടു. അങ്ങനെ എല്ലാവരും വർഷങ്ങളായിട്ട് ഏകദേശം 100 വർഷത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു 80 വർഷത്തിൻ്റെ അടുത്ത് ജയിലായിരുന്നു ഇത്. പല രാജ്യക്കാർ കിടന്ന ജയിൽ. ഇതായിരുന്നു പ്രിസൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ സ്കാരി മ്യൂസിക്കൊക്കെ പോലെ അവർ ഇട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് ഹോറബിൾ എന്നാണ് കേട്ടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. സാധാരണ ഒരു പ്രിസൺ പോലെയല്ല. ഇറ്റ് വാസ് ലൈക്ക് നമ്മുടെ ഒരു കാലാപ്പാനിയുടെ ഒക്കെ വേർഷൻ. ഇതാണ് ആ പ്രിസൻ്റെ ഒരു മോഡൽ. ഈ മരത്തിന് വരെ ഇവിടെ ഭയങ്കര പ്രാധാന്യമായിരുന്നു. ഇത് ആൽമണ്ട് ട്രീ ആണ്. സോ അവർക്ക് ഡിസെൻട്രി, ഡയറി അങ്ങനെ അസുഖങ്ങൾക്കുള്ള മരുന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ നിന്നായിരുന്നു എടുക്കുന്നത്. അല്ലാതെ അവർക്ക് കളിക്കാനുള്ള ഈ ഫ്ലൂട്ട് വായിക്കാനും ഫ്ലൂട്ട്സ് ഉണ്ടാക്കാനും അതിനൊക്കെ ഈ ആൽമണ്ട് ട്രീ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1950s കാര്യം ഇത് പറയുന്നത്. അതിനെക്കുറിച്ച് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കരമല്ലേ? ഇതായിരുന്നു അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ആൽമണ്ട് ട്രീ. ഈ കാഴ്ചയൊക്കെ നമുക്ക് സിനിമകളിൽ കണ്ട് ഇതായിരിക്കും, പക്ഷെ ഇത് ആക്ച്വലി റിയൽ ലൈഫ്. അന്നത്തെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഇങ്ങനെ അതിൻ്റെ അടിയിലത്തെ കാന കുഴിച്ച് രക്ഷപ്പെട്ട കഥകളുണ്ട്.
ഇനിയുണ്ട് കാണാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾ തന്നെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇത് ഓരോ റൂംസും അതിൻ്റെ ആരൊക്കെ കിടന്നു, പിന്നെ കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ വന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ വിയറ്റ്നാമിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വിയറ്റ്ജെറ്റ് വന്നുകൊണ്ട് ഭയങ്കര ചീപ്പാണ്. നിങ്ങൾ ഒരിക്കലും കോസ്റ്റ്, നിങ്ങൾക്കിപ്പോൾ ഒരു ഫോറിൻ ട്രിപ്പ് പോകണമെങ്കിൽ കോസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും വിയറ്റ്നാമിലൊരു വിഷയമല്ല. ബഡ്ജറ്റിൽ തൊട്ട് എക്സ്ട്രാ ലക്ഷറി ബഡ്ജറ്റ് വരെ വെച്ച് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ സ്ഥലത്തേക്ക് പോവാം, നമ്മുടെ ഓൾഡ് ക്വാർട്ടേഴ്സ്. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലമാണ് ഓൾഡ് ക്വാർട്ടേഴ്സ്. ഏറ്റവും ഒരു എല്ലാം ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി പറയാം, പക്ഷേ ഒരു സ്ട്രീറ്റ് ടൈപ്പ്. സോ രാത്രി ഞാൻ കാണിച്ചു തരാം. ബിയർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട്, അത് ഭയങ്കര ഫണ്ണാണ്. എഗ് കോഫി വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ഹനോയിലാണ്. അത് കണ്ടുപിടിച്ച ആളുടെ ഷോപ്പ് ഇവിടെയുണ്ട്. അത് ഫ്രീ ആയിട്ട് വൈകുന്നേരം വരാം. അതല്ലാതെ ഇവിടുത്തെ ഒരു വൈബ് എന്താണെന്ന് കാണിച്ചു തരാം. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒരു നമ്പർ 1 തിങ് ടു ഡു ആണ് ഈ ഓൾഡ് ക്വാർട്ടർ ഇൻ വിയറ്റ്നാം. നമ്മളിപ്പോൾ ആദ്യമേ പോകുന്നത് ഈ ഹാങ് ബോങ് സ്ട്രീറ്റ് ആണ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ്. ഓൾഡ് ക്വാർട്ടർ ഇപ്പോഴത്തെയും രാത്രിയിലത്തെ ലുക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മുടെ സാധാരണ മസാജ് പാസ്, ചെറിയ ഹോട്ടൽസ്, ഷോപ്പിംഗ്, ഫുഡ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഫുട്പാത്തിൽ കൂടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റോഡ് ഓക്കെ, അകത്തേക്ക് പോകുമ്പോഴും ചെറുതായി വന്നുകൊണ്ടിരിക്കും. പിന്നെ ആൾക്കാർ നടക്കുന്നതിനെ കാട്ടി കൂടുതൽ സ്കൂട്ടേഴ്സ് വെക്കും, ഇതുപോലെ കടകാർ അവരുടെ സാധനങ്ങൾ വെക്കും. സോ ഇറ്റ്സ് വെരി വെരി കെയോട്ടിക് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് ആക്ച്വലി ഹാങ് ബോങ് സ്ട്രീറ്റ്. പണ്ട് ഇത് ആക്ച്വലി കോട്ടൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. കോട്ടൺ റോ മെറ്റീരിയൽസ് വിൽക്കുന്നത്, ട്രേഡിങ്ങിൻ്റെ മെയിൻ സെൻറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് പക്ക ഒരു ടൂറിസ്റ്റ് സ്ഥലങ്ങളായി. നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനത്തെ പരിപാടികളാണ്. മെയ്ഡ് ഇൻ വിയറ്റ്നാം ഔട്ട്ലെറ്റ് ഫാക്ടറിയിൽ നിന്ന്. എനിക്ക് ഒറിജിനൽ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നല്ല ഇവർ കൊണ്ടുവന്നതാണോ എന്നറിയില്ല, പക്ഷേ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട്. ബെസ്റ്റ് സ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെയും ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ട്. 410 എന്ന് പറയുന്ന സ്ഥലമാണ്, നമ്മുടെ ഓൾഡ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ്. നല്ല സ്ഥലമാണെങ്കിൽ സ്വാഭാവികമാണല്ലോ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നത്. ഇവിടുത്തെ തിരക്കുണ്ടല്ലോ ഒരു രക്ഷയില്ല. 3/4 മണിക്കൂർ എന്നിട്ട് ഇവിടം വരെ എത്തിയത്. ഇവരവിടുത്തെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊന്ന് പോർക്കും ബീഫും ആണ് മെയിൻ മീറ്റ് എന്ന് തോന്നുന്നു. എവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുവാണ്. സ്ഥലം പോയി തപ്പട്ടെ എവിടെ കിട്ടും എന്നുള്ളത്. സോ ഇതിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഇസ് ലൈക്ക് ഓൺലി 120 റുപ്പീസ് സംതിങ്, 160 റുപ്പീസ് തൊട്ട് ഏറ്റവും എക്സ്പെൻസീവ് ഇതാണ്. ഇതെന്തോ പ്ലാറ്റർ പോലെയാണ്. ഏറ്റവും എക്സ്പെൻസീവ് ലൈക്ക് 280 റുപ്പീസാണ്. ഞാൻ ഏറ്റവും നല്ലതാണ് പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ സ്പെഷ്യൽ സംഭവം. സോ ഇതിൽ അവരുടെ ഒരുവിധം എല്ലാം ഉണ്ട്. എല്ലാ കട്ട് ഓഫ് ബീഫ് ഉണ്ട്. എനിക്കൊന്ന് ബീഫിൻ്റെ ഷാങ്ക് ഉണ്ട്, ബീഫ് ഫില്ലയുണ്ട്, എല്ലാം ഹാഫ് ഡൺ ആണ്. ഇറ്റ് ജസ്റ്റ് ലുക്സ് സോ ഹോൾസം. എല്ലാം ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ല പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. നാച്ചുറൽ പ്ലേറ്റിങ്, ഭയങ്കര ഫാൻസി സംഭവം ഒന്നുമില്ല. ഉള്ളത് നാച്ചുറൽ സാധനം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. നമുക്കുണ്ടല്ലോ ഇവിടെ മറ്റേ എൻജോയ് ചെയ്ത് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല, വേഗം കഴിക്കണം. കാരണം ടേബിളൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് അറിയുമ്പോൾ ഇത് ബ്രോത്ത് മാത്രം നോക്കാം. എൻ്റെ അമ്മോ, അയ്യോ ഭയങ്കര ഒച്ചത്തിലോ വാട്ട് ഇസ് ദിസ് എന്ന് പറയണമെന്നുണ്ട് അടുത്ത ആൾക്കാരെ പോയിട്ട്. സോ ബീഫ് ബോണിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ്. ബീഫ് ബോണിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഫ്ലേവർ അല്ല, ബീഫ് ബോണിൻ്റെ ഫ്ലേവർ. അയ്യോ, ആവശ്യത്തിന് സോൾട്ട്, പെപ്പർ എല്ലാം ഉണ്ട്. നട്ടുച്ചയ്ക്ക് 3/4 മണിക്കൂർ വെയിലത്ത് നിന്നതിൽ ഒരു വിഷമവും ഇല്ല. ബീഫ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുറേ ടൈപ്പ് ബീഫ് ഉണ്ട്. കാണുന്നതിൽ ഏറ്റവും ഒരു പിങ്കിഷ് കളറായിട്ടുള്ള ഒരു ബീഫ് നമുക്ക് നോക്കാം. ഹനോയിൽ ഈ സ്ഥലത്ത് വരാൻ വേണ്ടി മാത്രം കഴിക്കാം. നിങ്ങൾ ഇന്ത്യൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വിയറ്റ്നാമീസ് ഫുഡൊന്നും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഉള്ള പേരുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി നമ്മുടെ മലയാളികൾക്ക്. എന്തൊരു കിടിലൻ ബീഫ്. അതിൻ്റെ കൂടെ ഇതൊക്കെ കണ്ട ഫാറ്റ് കണ്ട, ഒരു ബേക്കൺ പോലത്തെ ഒക്കെ ബീഫ്. കണ്ടോ, നിങ്ങൾ വിചാരിക്കുക എപ്പോഴും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വാവ് ഔട്ട്സ്റ്റാൻഡിങ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ അവരുടെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അത്രയും നല്ല സ്ഥലം നോക്കി, അത് എത്ര പൈസ ടാക്സി ചിലവ്, അടുത്താണോ ദൂരെയാണോ ഒന്നും നോക്കില്ല, അത്രയും നല്ല
പോയിട്ട് അത്ര നല്ല സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഗുഡ്. മിഷ്ലിൻ സ്റ്റാറിന് വെറുതെ ആർക്കെങ്കിലും കൊടുക്കുമോ? അല്ലാതെ വിശന്ന കയറിയ അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിക്കാം എന്നുള്ളൊരു പരിപാടി ഇല്ല. വിശന്ന് എത്ര നേരം ഇരുന്നാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇത് കണ്ടോ, ഇത് ബീഫാണ്. ആ ബീഫിൻ്റെ ഫാറ്റും അതിൻ്റെ മീറ്റും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഫോയും അടിയിൽ നമുക്ക് കുറച്ച് സൂപ്പും കൂടെ എടുത്ത് വെച്ചിട്ട് Oh my god, just mind blowing guys. Must visit കേട്ടോ. സോ ഈ ടൂർ കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് ഓൾസോ എ വെരി 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 യുണീക്ക് തിങ് ഇൻ ദിസ് കൺട്രി. വളരെ പഴയ കത്തീഡ്രലാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. പക്ഷേ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഹാങ്ബോങ് സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ പോയ ട്രെയിൻ സ്ട്രീറ്റ് അവിടെ പോവുക. ട്രെയിനിൻ്റെ ഷെഡ്യൂൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, ട്രെയിൻ കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിലും അവിടെ പോയൊരു എക്സ്പീരിയൻസ് ആണ്. ചെറുതായിട്ട് ഒരു സ്കാം പോലെ ഉണ്ടെങ്കിൽ പോലും അതൊരു വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കത്തീഡ്രലിലേക്ക് പോവാം. ഈ കത്തീഡ്രൽ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഹനോയിലെ ഓൾഡസ്റ്റ് കത്തീഡ്രലാണ്. 1886 പണിതാണ് ഫ്രഞ്ചുകാർ. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുക, ഇപ്പോഴും മാസ് നടക്കുന്നൊരു ഇതാണ്, ചേർച്ചാണിത്. ഇത് ശരിക്കും ഒരു സ്പെയിനിലൊക്കെ പോയ ഒരു ഫീലിംഗ്, ഒരു ഗോത്തിക് ചേർച്ചിൻ്റെ ഒരു ഫീലിംഗ്. ഭാഗ്യം ചേർച്ചിൻ്റെ ബാക്ക് ഡോറിൽ കൂടെ നമുക്ക് അകത്ത് പോകാൻ പറ്റി. ചേർച്ച് ഇസ് റിയലി ബ്യൂട്ടിഫുൾ കേട്ടോ. നമ്മുടെ ഒരു പക്ക യൂറോപ്യൻ ചേർച്ച് പോലെ നല്ല ഗ്ലാസ് സ്റ്റെയിൻ വിൻഡോസ്. ഞാൻ കണ്ടിരിക്കുന്നത് വെച്ച് വൺ ഓഫ് ദ മേ ബി ബിഗ്ഗസ്റ്റ് ചേർച്ചസ് ആണ്. ഇറ്റ്സ് വെരി വെൽ മെയിൻറ്റെയിൻ. അകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ചൂടില്ല, വലിയ ചൂടില്ല. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇവിടുത്തെ ജീസസും അതിൻ്റെ ബാക്കിലത്തുള്ള ആ വിൻഡോസും ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് സിൽക്ക് സ്ട്രീറ്റ് ആണ്. അതാണ് ഈ ഒരു ഏരിയയിൽ, ഓൾഡ് ക്വാർട്ടേഴ്സ് ഏരിയയിലെ ലാസ്റ്റ് സ്ഥലം. സിൽക്ക് ഇസ് വെരി ഫേമസ് ഇൻ വിയറ്റ്നാം. എന്താണ് ഈ സിൽക്ക് സ്ട്രീറ്റ് എന്ന് കൂടെ പോയി കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് രാത്രി ഇവിടുത്തെ വേറെ വൈബ് കാണാൻ പറ്റും. നമ്മളിത് ഫൈനലായിട്ട് ആ സിൽക്ക് സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. ഇത് 1925 പണ്ട് തൊട്ടേ സിൽക്കിൻ്റെ കേന്ദ്രമായിരുന്നു. അത് ഇതിന് ഇടയ്ക്ക് ഈ റോപ്സ് ഒക്കെ വിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പം സിൽക്ക്, പക്ഷേ ഫേക്ക് ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ സിൽക്കിൻ്റെ മെറ്റീരിയൽ, സിൽക്കിൻ്റെ ഫാഷനബിൾ ആയിട്ടുള്ള ക്ലോതിങ്, എംബ്രോയിഡേർഡ് ഐറ്റംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ള ബുട്ടീക്സാണ്. നന്നായി ബാർഗെയിനും കൂടെ ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതൊക്കെ എന്തോ സിൽക്കിൻ്റെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് സിൽക്ക് ഡ്രസ്സസ് ആണ്. റേറ്റ്സ് ഒക്കെ ഒരു ഐഡിയ ഇല്ല, പക്ഷേ ഇതൊക്കെ എന്തായാലും 100% ഒറിജിനൽ സ്ഥലമായിരിക്കും സിൽക്കിൻ്റെ. അത് കൊള്ളാം. ഇവിടുത്തെ ഹോട്ടൽസിൻ്റെ പേര് തന്നെ സിൽക്ക് വെച്ചാൽ. ഇത് ഗോൾഡൻ സിൽക്ക്, അതാണെങ്കിൽ സിൽക്ക് ക്വീന്, അതുപോലെ എന്തോ വേറെ സിൽക്ക് സ്പാ, അങ്ങനെ കുറേ എല്ലാ സിൽക്കാണ് ഇവിടെ മൊത്തം പേര്. ഇതൊക്കെ എന്തോ ഹെംപ് ആൻഡ് സിൽക്ക് എന്നൊക്കെ പറഞ്ഞെഴുതിയിട്ടുണ്ട്. സിൽക്കിൻ്റെ ഷോൾസ്, മെൻസിൻ്റെ ഷർട്ട് ഉണ്ട് സിൽക്കിൻ്റെ. ഇതൊക്കെ വിയറ്റ്നാമീസ് സ്റ്റൈൽ ഡ്രസ്സസ്. ഇതൊക്കെ ടൈലറിങ് കൊടുത്ത് ഭയങ്കര ഫേമസ് ആണ്. വിയറ്റ്നാം ടൈലേഴ്സ് ഭയങ്കര ഫേമസ് ആണ്. ഇതൊക്കെ എന്തായാലും ഒത്തൻറ്റിക് ആയിരിക്കും. ഹോങ്ഡോങ് സിൽക്ക്, നല്ല രസമുണ്ട്. സിൽക്കിൻ്റെ ഒരു കുർത്ത പോലെയൊക്കെ, കുർത്ത പൈജാമ, സിൽക്ക് ഷോൾസ്, അതൊരു ക്ലാസ് അപ്പാർട്ടാണ്. സിൽക്ക് ഷോൾസ് നല്ല വലിയ ഷോപ്പാണിത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അകത്ത് കയറി എന്ത് കാണിക്കണം എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ കയറാത്ത. സിൽക്കിൻ്റെ ജാക്കറ്റ് ഉണ്ട്. ഇതൊക്കെ എന്ത് ക്ലാസ്സാന്ന് നോക്ക്. ഇനി ഇവിടുന്ന് നമുക്ക് ഹുവാം കീം ലേക്ക് എന്ന് പറഞ്ഞാൽ ലേക്കിൻ്റെ അടുത്തേക്ക് പോവാം. അതും നിങ്ങൾ ഇന്നലെ കണ്ടു. ആ ലേക്കിൻ്റെ അവിടെയും കൂടെ കുറച്ച് കറങ്ങാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഓൾഡ് ക്വാർട്ടർ ടൂർ കഴിയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കിഡിലൻ എഗ് കോഫിയും പിയർ സ്ട്രീറ്റും കാണണം. കാരണം അതും കൂടെ ആയാലും നൈറ്റ് വൈബ്സ് ഓഫ് ഓൾഡ് ക്വാർട്ടർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും റൂമിൽ പോട്ടെ. സമയം ഏകദേശം 4 മണിയായി. പ്രിയനെയും വേദുവിനെയും പിക്ക് ചെയ്ത് പയ്യെ ഇറങ്ങാം. ഫുൾ പ്ലാൻ ചേഞ്ച്. ഞാൻ മസാജ് ചെയ്തു. ആ മസാജ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഫുഡ് മസാജിന് ഒരു 1000 റുപ്പീസാണ് ഇവിടെ സ്റ്റാൻഡേർഡ്. പക്ഷേ അവർ പറയുന്ന പ്രൈസും കാട്ടി കൂടുതൽ ടിപ്പ് എന്തായാലും നമ്മൾ ലാസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ടിപ്പ് എന്തായാലും ചോദിക്കും. മേ ബി 100 റുപ്പീസ് 150 റുപ്പീസ്. എനിക്ക് ഏറ്റവും ചീപ്പസ്റ്റ് 150 ആണെന്ന് തോന്നുന്നു. 50,000 ഡോങ് ആണെന്ന് തോന്നുന്നു. സോ അത് കണക്കെടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ KFC വന്നു. വേറെ ഒന്നിനും അല്ല, വേദുവിനും പ്രിയയ്ക്കും ഇവിടെ ഇരുന്ന് കഴിക്കാം. അതുമാത്രമല്ല, എനിക്ക് നിങ്ങൾ ഈ ഒരു ഗോർജസ് വ്യൂവും കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ് കോഫിയുടെ മെയിൻ സ്ഥലത്ത് പോകുന്നതായിരിക്കും, കണ്ടുപിടിച്ച സ്ഥലത്ത്. മറ്റേ നമ്മുടെ ലേക്കിന്റെ ഒരു കോർണറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വിധം കഫേസും എല്ലാം ഉണ്ട്. ലേക്ക് വ്യൂ, ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് KFCയുടെ. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഒരു ലേക്ക് വ്യൂവും കൂടെ കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയല്ലേ. നമ്മുടെ സൈക്കിൾ റിക്ഷ ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ ചെയ്തു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലേക്ക് സൈഡിൽ വാക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ലേക്ക് സൈഡിൽ കോഫി കുടിക്കണമെങ്കിൽ അത് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ഒരു കെയോസ് ആണ്. യു ആർ ആക്ച്വലി ഇൻ ദ മിഡിൽ ഓഫ് കെയോസ്. വരുന്നുണ്ട് അമ്മയും മോനും വലിയ ബാഗൊക്കെ ആയിട്ട്.
ഫുൾ ഡേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ വലിയ സ്റ്റൈലിൽ കൂടെ വരുന്നത്. എന്തായി രണ്ടുപേരും നല്ല ഉറക്കം ഉറങ്ങി AC ടാക്സി കയറി സുഖമായിട്ട് ഇവിടെ വന്ന് വെട്ടി അടിക്കാനും തുടങ്ങി. ഇതൊക്കെയാണ് ജീവിതം. ഇപ്പൊ വലിയ ചൂട് തോന്നിക്കുന്നില്ലല്ലോ. രാവിലെ ഞാൻ പൊള്ളിയതിന് അളവില്ല. എന്നാ ഞങ്ങൾ വരാത്ത ഈ നമ്മള് നേരെ ഇവിടത്തെ ഏറ്റവും ഒരു ഹെനോയുടെ ഇനി നമ്മൾ ഇവിടുത്തെ നേരെ ഹെനോയുടെ ഒരു കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് ഓൾഡസ്റ്റ് എഗ് കോഫി. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് ആബ്സല്യൂട്ട്ലി വേർത്തായിരുന്നില്ലേ, അതുപോലെ തന്നെ തപ്പിപ്പോവാ. ഒരുപാട് സ്ഥലത്ത് കാണും എഗ് കോഫി, ഒരുപാട് സ്ഥലത്ത് കാണും കോക്കനട്ട് കോഫി. പക്ഷെ എഗ് കോഫി ഒറിജിൻ ചെയ്ത സ്ഥലത്ത് തന്നെ പോയി കഴിക്കാൻ വേണ്ടിയുള്ള നടത്തത്തിലാണ് ഞങ്ങൾ. നമ്മുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുവാണ്. ഇവിടെ എവിടെയാണ് കഫേ ജിയാങ് എന്ന് പറയുമ്പോൾ 1940s തുടങ്ങിയതാണ്. ഇതിന്റെ ഓണറാണ് എഗ് കോഫി കണ്ടുപിടിച്ചത്. ഇതിന്റെ സൈഡിൽ വേറെ AC ഭയങ്കര ഫാൻസി ആയിട്ടുള്ള കോഫി ഷോപ്സ് ഉണ്ട്. നമ്മൾ അവിടെ ഒന്നും കഴിക്കില്ല. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് ഒത്തന്റിക് അല്ല, ഒത്തന്റിക് ആണ്, പക്ഷെ തുടങ്ങിയ സ്ഥലത്ത് പോയേ കഴിക്കുള്ളൂ. 1946 കഫേ ജിയാങ്. ഓർമ്മയില്ലേ നമ്മൾ ഇടവഴി കൂടെ ഒക്കെ കയറി പോയത്? ആ കേറ്, അപ്പൊ ഓർമ്മയൊക്കെ വരും. ഓ ഇവിടെ ഒക്കെ വേറെ കഫേസ് ഉണ്ട്. നമ്മൾ അതൊന്നും അല്ല, നമ്മൾ ഈ ഒത്തന്റിക്കിന്റെ ആൾക്കാരാ അല്ലേ. ഒട്ടും സസ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് കയറി പോകുമ്പോ ഒരു ബാഡ്ലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു പാത്ത് വേ. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ വേണ്ട നമുക്ക് തിരിച്ചു പോകാം. അതൊന്നും പറ്റില്ല. നമ്മൾ ഇങ്ങനെ കേറിയിട്ട് ഇതാണ് കോഫി ഷോപ്പ്. ഞങ്ങൾ അന്ന് ഇവിടെയും കണ്ടിരുന്നത്, ഓർമ്മയില്ലേ? ആ AC മേളിലുണ്ടെന്ന്. അയ്യോ ഇത് കൊറേ ഉണ്ട് കേട്ടാ. ഞങ്ങളന്ന് മേളിലൊന്നും കയറിയില്ല, കോവിഡ് ആയിരുന്നല്ലോ, ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മേളിലെ AC ആണ്, പക്ഷെ കുട്ടി സ്റ്റൂളിൽ ഇരിക്കേണ്ടി വരും. ആ ക്ലോക്കിന് വരെ പ്രിയയുടെ പ്രായം കാണും, ഒരു 70-72 വയസ്സ്. ശരിക്കും ആ ക്ലോക്ക് ഒക്കെ പ്രിയരെ കണ്ട് ഹലോ നമ്മൾ ഒരേ പ്രായക്കാരെ കണ്ടതിന്റെ സന്തോഷം. ഇത്രയും പോപ്പുലർ സ്ഥലം ഇത്രയും വർഷം ആ അതത്ര എനിക്ക് ഓർമ്മ മതി. വിയറ്റ്നാമി വന്ന് ഞാൻ മെലിഞ്ഞു, പ്രിയ വണ്ണം വെച്ച്. പ്രിയ 2 സ്റ്റൂളിൽ ഇരിക്കുന്നത് കേട്ടാ. എഗ് കോഫി ഞങ്ങൾ ബേസിക് ഇവിടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് എടുത്ത് ഒരു ഹോട്ടും ഒരു ഐസും രണ്ടിനും 95 റുപ്പീസേ ഉള്ളൂ. ഇത്രയും പോപ്പുലർ സ്ഥലമായിട്ട്. എഗ് കോഫി ലുക്ക് സോ അപ്പീലിംഗ്. പ്രിയയുടെ ഹോട്ട്, എന്റെ കോൾഡ് കോഫി എന്ന് ആരെങ്കിലും പറയുമോ? ആ ഇത് കുടിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് ആ ടേസ്റ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. Look at this. It's like cream. My God. ഇതിൽ എവിടെ കോഫി? ഈ അടിയിലുള്ള കുറച്ച് കോഫി മാത്രമേ ഉള്ളൂ തോന്നുന്നു. ആ എന്തേ കാണുന്ന അത്രയുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ? അതോ ലുക്ക് മാത്രമേ ഉള്ളോ? തരാം കേട്ടാ. ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ? ഫിൽറ്റർ കോഫി ആണോ എഗ് കോഫി ആണോ? ആണോ? രണ്ടും ഔട്ട്സ്റ്റാൻഡിംഗ് അവരവരുടെ രീതിയിൽ. ഞാൻ എന്റെ കോൾഡ് നോക്കട്ടെ കേട്ടാ. മുട്ട ടേസ്റ്റേ ഉണ്ടെന്ന് പറയില്ല, തുപ്പലൊക്കെ തെറിക്കുന്ന എങ്ങോട്ടൊക്കെയോ. ഭാഗ്യം എന്റെ അടുത്താരും ഇല്ലാത്ത. വേണ്ട, ഇതില് ഒരു സ്ട്രോങ് കോഫി ആൻഡ് ടെക്സ്ചർ ഇസ് ലൈക്ക് സോ ഫോമി, ഫുൾ ഫോം ഫ്ലേവർ ആണ്. എഗിന്റെ സ്മെല്ലും ഇല്ല, ഒന്നുമില്ല, പക്ഷെ എഗിന്റെ ഒരു പ്രസൻസ് ഉണ്ട്, ഒരു പ്രേതത്തിനൊക്കെ പോലെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യും. ഓ ഇതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് രാത്രി ബിയർ സ്ട്രീറ്റിൽ പോയി പ്രിയക്ക് 2 ബിയറും കൂടെ അടിച്ചാ ഇന്നത്തെ ദിവസം സെറ്റ്. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് വിന്റേജ് ജ്വല്ലറി കൊണ്ടുവന്നു. കണ്ടാ വിന്റേജ് ജ്വല്ലറിയുടെ ഷോപ്സ് സോ യുണീക്ക്. എന്നോട് പോലും ഇത്ര സ്നേഹം തോന്നിയിട്ടില്ല. ഒരു ഡ്രോയർ തുറന്ന് നോക്കണം. 15 മിനിറ്റ് അതിന് നമ്മൾ ഇറങ്ങുക. എനിക്ക് വ്ളോഗ് ചെയ്യണം. രാവിലെ തൊട്ട് ഞാൻ ഈ അലഞ്ഞിരിഞ്ഞ് ഓരോ ഡ്രോയർ തുറക്കുമ്പോ എന്തോരം സാധനങ്ങളെന്ന് നോക്ക്. എല്ലാം വിന്റേജ് ആണ്, കാരണം ഒത്തന്റിക് സർട്ടിഫൈഡ് വിന്റേജ് ആണ്. ബ്രാൻഡ് ഒന്നും കാണില്ല, പക്ഷേ ഇറ്റ് ബി ഓൾ വിന്റേജ് ഐറ്റംസ്. Can we come tomorrow? No.
അപ്പം കൊള്ളാൻ കേട്ടാ. കാരണം ഇത് എനിക്കും ഗുണമുണ്ട്. ആരും ഗസ്സിയിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിപ്സിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. പ്രിയനെ പോലെ ലിപ്സ്റ്റിക് അല്ലെ ഫുൾ ടൈം ലിപ് ബാം ഇടും. അപ്പൊ നേരെ ഇത് തുറന്ന് ഇതിൻ്റെ അകത്ത് ലിപ് ബാം അല്ലെങ്കിൽ പെർഫ്യൂം ബാഗ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്ന് എടുത്ത് എനിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ധൈര്യത്തോടെ വാങ്ങിക്കോ. വേണ്ട, വാക്കിംഗ് ലിപ് ബാം. എൻ്റെ ഒരു കേറ്റ് വിൻസ്ലെറ്റ് മാലയുടെ ഒക്കെ ലുക്ക് ഉണ്ട്. ഒരാള് വാങ്ങിയിട്ട് അവിടെ റീലിന് വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, വിന്റേജ് സാധനങ്ങളൊക്കെ. എനിക്ക് ആ മാല എന്തായാലും വാങ്ങിക്കാണും. പിന്നെ ആസ് യൂഷ്വൽ കമ്മൽ തന്നെ ആയിരിക്കും. ഇതൊക്കെ എന്തായാലും നാട്ടിൽ വന്ന് ഞങ്ങൾ പറയാം ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ പ്രിയ ഇടുമ്പോൾ. പ്രിയ മറ്റേ വിയറ്റ്നാമിൽ നിന്ന് വിന്റേജ് ഷോപ്പിൽ നിന്ന് വാങ്ങിയ സംഭവം. ഈ ഒരു സൈഡും ഉണ്ട് വിയറ്റ്നാമില്. നമ്മുടെ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ പോലെ ഇത് അടുത്ത ഒരു ബാഡ്നെസ് സ്ഥലമാണ്. ബിയർ സ്ട്രീറ്റിനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിയർ കുടിക്കണം എന്ന് നിർബന്ധമാണ്. ഞാൻ കുടിക്കില്ല. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണോ അതോ വെറുതെ നടന്നിട്ട് പോണോ? ഏത് ഷോപ്പിൽ കയറിയാലും ഏകദേശം എല്ലാം സെയിം ആയിരിക്കും. ഇവിടുത്തെ കുട്ടികളെ ഒന്നും ഇല്ലാതെ വിചാരിക്കുന്നത് ഫുൾ കുട്ടികളൊക്കെ ഉണ്ട്. ഭയങ്കര വൈബാണ്. ഒന്നും സംസാരിക്കാൻ പറ്റില്ല, അത്രയും ലൗഡ് മ്യൂസിക്, DJs, പാർട്ടി, ക്രേസി. ആൻഡ് ഇന്നൊരു വീക്ക് ടൈം പോലെയാണ്. വീക്ക് ഡേ ആ ഏരിയ ഒക്കെ കാണിക്കണം എന്നുണ്ട്, പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റില്ല, അത്രയും തിരക്കാ. നോക്ക് എങ്ങനെ കേറും. ഓ എന്താ അല്ല ഇത്. വേദുവേ ഒരു കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ അമ്മ പാർട്ടിക്ക് വന്നു പറയും. എനിക്ക് തോന്നുന്നു അവന് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഡാൻസ് ഇഷ്ടമല്ലേ? ഓ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി. കാരണം അബിയർ സ്ട്രീറ്റിൽ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു കിടിലം വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റ്സ് തപ്പി പോയി കഴിക്കാമെന്ന് വിചാരിച്ചേ. പ്രിയ, 2 ഓപ്ഷൻസ്. ഒരു ലോക്കൽ സ്ഥലത്ത് പോയി കിടിലൻ വിയറ്റ്നാമീസ് ഫുഡ്, നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ ഈ ബാക്കിൽ കാണുന്ന റെസ്റ്റോറൻറ്റിൽ വെസ്റ്റേൺ ഫുഡ്. എന്ത് വിയറ്റ്നാമീസ് ഫുഡ് വേണ്ടേ? ഇവിടെ പോയ പാസ്ത, പിസ്സ അങ്ങനത്തെ ഒക്കെ ഉള്ളൂ തൊട്ടപ്പുറത്ത്. പക്ഷെ ഇത്ര സെറ്റപ്പ് ഒന്നല്ല. ഇത് മുകളിലെ റൂഫ് ടോപ്പിലൊക്കെ ഇരിക്കാം. ഇനി ആ കൂടെ 2 ദിവസം കൂടെ ഉള്ളു ഇവിടെ. വേഗം പറ, എല്ലാ ഡിസിഷനും വേഗം എടുക്കണം. ഇത് ഓൾറെഡി ഒരാൾ കേറി. എന്നാ കേറിക്കോ. ഈ റെസ്റ്റോറന്റ് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും കേറിപ്പോവും. വൺ ഓഫ് ദ മോസ്റ്റ് ഗോർജിയസ് എലിവേഷൻസ് ഓഫ് എ റെസ്റ്റോറന്റ് ഐ ഹാവ് എവർ സീൻ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നോ, നമുക്ക് ബഹളോ ഒന്നുമില്ലാതെ കംഫർട്ടബിൾ ആയിട്ട് ടൂറിസ്റ്റ് റേറ്റ് അല്ലാതെ വന്ന് കഴിക്കാം. ഞാൻ ഇപ്പോഴാണ് ഇതിന്റെ റിവ്യൂ കാണുന്നത്. ബാങ്കോങ് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് റിവ്യൂസ് ആണ്. എന്തായാലും അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാം. ഇതൊരു ഭംഗിയാ നോക്ക്. റെസ്റ്റോറന്റ് വൈനൊക്കെ വെച്ച് അകത്ത് ചെടികളൊക്കെ വെച്ച്. സ്റ്റെപ്പാണെങ്കിൽ ഭയങ്കര പഴയ രീതിയിലത്തെ സ്റ്റെപ്പാണ്. ഇതൊക്കെ നോക്ക്, സ്റ്റെയിൻഡ് ആക്കി വെച്ച് ഫിനിഷ് ആയിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. ബാത്റൂംസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഭയങ്കര ഒരു ഫീലിംഗ് കേട്ടോ. തറയൊക്കെ നോക്ക്. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമായി കാണും. തപ്പിപ്പോകുന്നുണ്ട്. പ്രിയക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെ വേണം എന്ന് പറഞ്ഞാലും തപ്പിപ്പോകുന്നുണ്ടായിരിക്കും. എന്തൊരു ഇന്റീരിയേഴ്സ് ഇത്. ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞ നമ്മുടെ നാട്ടിലത്തെ വീട്. ഒരാൾ ഞാൻ കയറി പോകുന്നു. എന്തേ? ഓ കുശില്ല. ഇവിടെ വാ. എന്തെങ്കിലും ഒരു ഒത്തന്റിക് വിയറ്റ്നാമീസ് സംഭവം കഴിക്കണ്ടേ? സ്പ്രിംഗ് റോൾസ് ദാറ്റ് യു വിൽ ലൈക്ക്. വിയറ്റ്നാമിന്റെ മെയിൻ സംഭവം സൂപ്പ് അല്ലേ? സ്പ്രിംഗ് റോൾസ് വിയറ്റ്നാമിന്റെ നമ്മൾ അന്ന് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയില്ലേ? ഇത് പക്ഷെ വേറെ ലെവലായിരിക്കും. ഇത് പ്രിയ ഉണ്ടാക്കിയതല്ല, പണി അറിയാവുന്നവരുണ്ടാക്കിയതാ. കഴിച്ചു നോക്ക്, ഒന്ന് കഴിച്ചു നോക്ക്. അതിന്റെ ക്രിസ്പിനെസിന്റെ സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. ഇറ്റ്സ് സോ ഗോൾഡൻ. ഇറ്റ് ലുക്സ് ലൈക്ക് കത്രക്കടവില് കേൾക്കോ? ചിലപ്പോ കേൾക്കും. ഞാൻ ഇവിടുന്ന് കടിച്ച കണ്ടു വന്നു ആൾക്കാരവിടെ. കുലുങ്ങിയില്ല എവിടെ, പക്ഷെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒന്ന് കുലുങ്ങും. ഇതിനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഫുഡ് അവൻ എൻജോയ് ചെയ്യാറുണ്ട്, പക്ഷെ ഈ പിസ്സ കൊടുത്തപ്പോ അവന്റെ കണ്ണ് തള്ളിയിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അത്ര ഇഷ്ടപ്പെട്ട മോന്? അത്ര ഇഷ്ടപ്പെട്ടോ? ഇവരുടെ ബർഗർ ആണെങ്കിൽ സൂപ്പറാണ്. ബർഗർ നല്ല നോക്ക്, ഭയങ്കര ക്രിസ്പി, ഒരു ബ്രോഷ് ബൺ പോലെയാണ്. എഗ്, കുറച്ച് ചീസ്, മീറ്റ്, ലെറ്റസ് ആൻഡ് കുറച്ച് പിക്കിൾസും ഉണ്ട് അടിയിൽ. ഫുഡ് എല്ലാം അടിപൊളിയാണ്. ഡിസേർട്ട്സ് ഇവിടുത്തെ ഭയങ്കര നല്ലതാണ്. അത് ഇതിന്റെ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ദേഷ്യം വരുമ്പോ ഉണ്ടല്ലോ, നോക്കിക്കോ, ടേബിൾ അടിച്ച് അത് നോക്ക്, ഡിസേർട്ട്.
ഞാനല്ല കുലുങ്ങുന്നത്. പ്രിയ കുലുക്കമില്ല എന്റെ ഒരു ദേഷ്യം വെച്ചിട്ട് പോലും. ആ സമയത്ത് ഇവിടെ കുലുങ്ങാൻ വേറെ ആൾക്കാരുണ്ട്. കണ്ട വേദ് വരെ കുലുക്കുന്നുണ്ട്. അത് ലാവാ തിരാമിസു ആണ്. തെറിക്കും അത് കഴിക്കുമ്പോ പൊട്ടിത്തെറിക്കും. എന്നാല് ഇത്ര ഇളക്കം പ്രിയക്ക് പോലും ഇല്ലല്ലോ അല്ലേ? എന്തൊരു ഇളക്കം ഇതില്, കുറച്ച് ശൃംഗാരം കൂടുതലാ. ഇത് എന്റെ ചോക്ലേറ്റ് മൂസ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. എന്താ കുലുക്കമുണ്ടോ? കഴിച്ചിട്ടും കുലുക്കമുണ്ടോ? സൂപ്പറാ? ടു സ്വീറ്റ്? No, correct for me. തുപ്പല് തെറിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഒരു ദിവസം ഹനോയിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കാണിച്ചെന്ന് വിചാരിക്കും. ഒരു കാര്യം ഞാൻ മിസ് ചെയ്തത് വാട്ടർ പപ്പറ്റ് ഷോ വളരെ പോപ്പുലർ ആണ്. ഇന്നൊരു തിയേറ്റർ ഉണ്ട്, പപ്പറ്റ് ഷോന്റെ ഒരു സംഭവമാണ്. അതൊരു മസ്സി എന്നാ പറയുന്നത്. സോ അതും കൂടെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ കാണിച്ച പോലത്തെ ഒരു ഐറ്റിനറി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഹനോയുടെ ഒരു മെയിൻ കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ നാളെ എന്തായാലും വേറൊരു കിഡ്ലം വ്ളോഗായിട്ട് കാണാം. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ് ആൻഡ് വൺസ് അഗൈൻ ഐ വോണ്ട് ടു താങ്ക് യു പേഴ്സണലി ഫോർ സ്പെൻഡിങ് സോ മച്ച് ഓഫ് ടൈം വിത്ത് us. ഇത് കണ്ട് നിങ്ങളുടെ സമയം ഞങ്ങളോട് ചിലവത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. പിസ്സ കഴിച്ചതിന് സന്തോഷം.